വയനാട്ടിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് മൂലം തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആരോപണ വിധേയനായ പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്ത നിലയിൽ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് നെല്ലയിടമാണ് മരിച്ചത്. വീടിനടുത്തുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ലിനറ്റ്, എപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്? പിന്നീട് അല്പനേരം മുൻപ് ഇന്ന് രാവിലെയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞിടയ്ക്കൊക്കെ തന്നെ ഈ ഒരു പുൽപ്പള്ളിയിൽ തങ്കച്ചനെ വ്യാജ കേസിൽ ഉൾപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ആരോപണ വിധേയനായിരുന്നു. തങ്കച്ചനടക്കം ഇദ്ദേഹത്തിന്റെ പേര് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹം നിലവിൽ മുല്ലംകൊല്ലി വാർഡ് മെമ്പർ കൂടിയാണ്. കഴിഞ്ഞിടയ്ക്കൊക്കെ തന്നെ വിമതനായി മത്സരിച്ച് പിന്നീട് കോൺഗ്രസ് വിമതനായി മത്സരിച്ച് പിന്നീട് കോൺഗ്രസിലെ ഭാരവാഹിയൊക്കെയായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു തങ്കച്ചനെ പുൽപ്പള്ളിയിലെ വ്യാജ കേസിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി കേസന്വേഷണത്തിന്റെ ഭാഗമായിരുന്ന വ്യക്തി കൂടിയാണ്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. രാവിലെയോടുകൂടി കൈഞ്ഞരമ്പ് മുറിച്ച് വീടിനടുത്തുള്ള കുളത്തിലേക്ക് ചാടിയ നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മരണമായതിനാൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നടത്തേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. തങ്കച്ചന്റെ കേസിൽ പ്രത്യേകിച്ച് ഈ ഒരു മദ്യവും ഈ തോട്ടയും വീട്ടിലെത്തിച്ചത് പ്രസാദാണ്. എന്നാൽ ഈ ഒരു വിവരം പോലീസിനെ അറിയിച്ചത് ആരാണെന്നും അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ കൊണ്ടുപോയി ഇത്തരത്തിൽ വ്യാജ മദ്യവും അതോടൊപ്പം ഈ തോട്ടയും ഒക്കെ കൊണ്ട് വെച്ചത് ആരാണെന്നുള്ള ചോദ്യമായിരുന്നു നിലനിന്നത്. അതിന്റെ ഭാഗമായിട്ട് തങ്കച്ചനും അടക്കം മറ്റു ആളുകളൊക്കെ തന്നെ ഒരു പേരായിരുന്നു ഇത്തരത്തിൽ ജോസ് നെല്ലയിടത്തിന്റെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരോപണ വിധേയനായതിന്റെ പേരിലാകാം ഇത്തരത്തിലുള്ള ആത്മഹത്യ ചെയ്തത് എന്ന വിവരമാണ് അവിടെയുള്ള നാട്ടുകാരടക്കം ആരോപിക്കുന്നത്. എന്നിരുന്നാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിലൊരു മരണം സംഭവിച്ച സ്ഥിതിക്ക് എന്നിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങൾ നടത്തുക. ലിനറ്റ്, ഇതിപ്പോൾ വലിയ വിവാദമായ ഒരു വാർത്തയാണല്ലോ. അതിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു മനുഷ്യനെയാണല്ലോ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തി ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു വ്യക്തത വരണമല്ലോ. ഇത് ആത്മഹത്യ തന്നെയാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുമുണ്ട്. അപ്പോൾ അത്തരം നടപടികളൊക്കെ ആരംഭിച്ചോ ലിനറ്റ്? നിലവിൽ അല്പനേരം മുൻപാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ സംഭവസ്ഥലം പോലീസ് അടക്കം സന്ദർശിക്കും. നിലവിൽ സുൽത്താൻ ബത്തേരി പോലീസാണ് ഈ തങ്കച്ചന്റെ കേസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പുൽപ്പള്ളി പോലീസ് ഈ സംഭവസ്ഥലത്ത് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മരണത്തെക്കുറിച്ച് കൂടുതൽ ഇതിന്റെ ദുരൂഹതയടക്കം നമ്മൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ആത്മഹത്യ എന്നാണ് നാട്ടുകാരടക്കം തന്നെ ആരോപിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു ജീവൻ ഒടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ തന്നെ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് തങ്കച്ചൻ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്.